മഞ്ഞയും ഈ ഓറഞ്ച് കളറും 2 കളറാ, നിറയെ പൂവുണ്ട്. കിലോ ഒന്നും അല്ല, കണക്ക് എണ്ണമായി ഇങ്ങനെ. അതിന്റെ കാമ്പ് ഒരു സൈഡിൽ കൂടെ പോകും, ചോളം വേറൊരു സൈഡിൽ കൂടെ വരും. പാപ്പിളുമായിട്ട് തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ മധ്യപ്രദേശിൽ കയറിയതാണ്. ഈ മധ്യപ്രദേശ് ഓടിത്തീരാൻ കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. കോയാണെങ്കിൽ ഇതേണ്ടേ സീറ്റേ കയറി റെഡി ആയിട്ടിരിക്കുക വണ്ടി ഓടിക്കാൻ. വേഗം ക്യാമറ വരുന്നുണ്ടോന്ന് ഞാൻ പറയായോ? പുത്തേട്ട് ട്രാവലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. सबको नमस्कार है. हाँ, सबको नमस्कार. अपना नया वीडियो है. हाँ. हिंदी यार, देखो देखो दीदी का हिंदी आता है, देखो. ഞാൻ മുമ്പേ ഹിന്ദി പറയുന്ന ചേട്ടായി കേട്ടില്ലായിരുന്നു. നമ്മളെ അവിടെ ചെന്നപ്പോ തോട്ടത്തിൽ ചെന്നപ്പോ ഞാൻ കേട്ടില്ലായിരുന്നു. കേൾക്കാനുള്ള ശേഷിയില്ലെന്നാ പുള്ളി പറഞ്ഞു. അയ്യോ, ഞാൻ കേട്ടില്ല. ഞാൻ നേരം വേറെ ഫോൺ വന്നപ്പോഴല്ലേ. ആ, നമ്മളെ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നിടത്ത് ഇറങ്ങിയില്ലേ, അന്നേരമേ ആ പുള്ളി എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഇത് തക്കാളി കൃഷി, പക്ഷേ കുറച്ച് ചോളം വരിക്കൊണ്ട് പോയാലോ, ഉപ്പ ഉണ്ടാക്കായിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചു എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു എത്ര ദിവസം എടുത്തെന്ന് ചോദിച്ചു കാശ്മീർ പോകാന്. പിന്നെ എത്ര ദിവസം കൊണ്ടാ ചെന്നേന്ന് ചോദിച്ചു. അതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. പിന്നെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു. ചാറച്ചാറെന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? ആ, പുള്ളിക്ക് കാര്യം മനസ്സിലായല്ല. നമ്മുടെ ഹിന്ദി അടിച്ചു മാറ്റി രീതി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നന്നായി വരട്ടെ. ഏതൊരു ഭാഷയും സംസാരിക്കാൻ പഠിക്കണല്ലേ. ഇതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് പഠിക്കുന്നത്. കുറച്ച് ദിവസം അവരോട് പോയി നിന്നാ മതിയായിരുന്നു. അവിടെ നിന്നാ മതി, 1 മാസം അങ്ങനെ നിന്നാ മതി. പിന്നെ അവിടെ പോയി വെയിലും കൊണ്ടേ ഉള്ളി നടാനൊക്കെ കൂടണ്ടേ. അങ്ങനൊന്നുമില്ല, ഹിന്ദി പഠിക്കത്തില്ല. നേരം കണ്ടെയ്നർ ഗാഡി മാത്രം കയറുന്ന ധാബയാണല്ലോ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, നല്ല രസമല്ലേ. എല്ലാം ചെറിയ വീടുകളാ, പൊക്കം കുറഞ്ഞ വീടുകളാ. ഓ, എന്തോരല്ലേ ചോളം എല്ലാം വഴിയിലിട്ട് ഉണക്കുന്നല്ലേ. ചോളത്തിന്റെ സമയം ഇപ്പൊ. കട്ടിലും ഒക്കെ ഉണ്ട് കണ്ടോ, അവരവിടെ തന്നെ കിടക്കുന്നതെന്ന് തോന്നുന്നു. വൈകുന്നേരം സിഗ്നല് പിടിപ്പിക്കുകയാണോ പറിച്ചോണ്ട് പോകണം? പറിക്കല്ല, അവിടെ പിടിപ്പിക്കുക. ഇത് ഇവിടുത്തെ ഒരു വനമാ, തേക്കൊക്കെ നിൽക്കുന്ന കണ്ടോ. വനത്തിന്റെ പേരേതാന്ന് അറിയത്തില്ല. പിന്നെ വനമാണല്ലോ അതിലെ ഗ്രാമത്തിലോട്ടുള്ള വഴിയത്. അത് ശരിയാ. നീ എന്നാ അതിനൊപ്പം നിന്നാ മതിയായിരുന്നല്ലോ. ഇല്ല വേന്നില്ല. ഇതല്ലേ അടുത്ത വണ്ടി വന്നല്ലോ. ഇങ്ങനെ 2-3 അടുപ്പിച്ചോണ്ടാ മതി, കുഴപ്പമില്ല. കോഴിക്കാണല്ലേ നല്ല വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. ഈ രാവിലെ പകലൊന്നും വണ്ടി ഓടിക്കുന്നില്ല അധികം. ഇതിപ്പോ എവിടെ നോക്കിയാലും ഇതേ കാണാനുണ്ടല്ലോ, ചോളം ഉണങ്ങുന്നത്. അത് പഴയ വീടാ, പക്ഷെ 2 നിലയാ. അല്ല, അല്ലാത്ത വീടും ഉണ്ട്, ചിലത് 2 നില പോലെ തോന്നുന്നു നമുക്ക്. ആ കുളത്തിൽ കണ്ടു വെളുത്ത പൂ പോലെ. കുളമാണോ അതിന്? പാടല്ലേ? അല്ല, അതിനകത്ത് വെള്ളം കണ്ടില്ലേ? വെള്ളം നിപ്പുണ്ട്. ഇതെന്നെ സാധനം. ഇതെല്ലാം കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടറിന്റെ പുറകിൽ ഫിറ്റ് ചെയ്യുന്ന സാധനം. അത് ഞാൻ ആദ്യം വിചാരിച്ചെന്നാന്നറിയോ, റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ പോലെ ആയിരുന്നു. വലിയത് ഇത്രയും വലിയ ഷീറ്റ് അടിക്കുന്നതെന്ന് നമ്മുടെ കോട്ടയത്ത് പോലും സാധനം ഇറങ്ങിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോയപ്പോ രാജസ്ഥാനല്ലേ കൂടുതൽ ഓടിയത്. ഇതിപ്പോ മധ്യപ്രദേശും കൂടുതൽ ഓടുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോയപ്പോ നമ്മള് രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ഓടിയത്. ഏറ്റവും കുറച്ച് ഓടിയ സ്റ്റേറ്റ് ഹരിയാനയോ. അതെ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏറ്റവും കുറച്ച് ഓടുന്ന സ്റ്റേറ്റ് രാജസ്ഥാനാണ്. ഒരു 50 കിലോമീറ്റർ താഴെ ഓടുന്നുള്ളൂ. അങ്ങോട്ട് ഹരിയാന 50 കിലോമീറ്റർ താഴെ ഓടിയുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്ന റൂട്ടിൽ 3 സ്റ്റേറ്റ് കൂടെ കൂടുതൽ ഓടുന്നുണ്ട്. അതായത് ഉത്തർപ്രദേശും തെലുങ്കാനയും ആന്ധ്രയും. അങ്ങോട്ട് നമ്മൾ 9 സ്റ്റേറ്റ് കവർ ചെയ്താ പോയത്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പം 12 സ്റ്റേറ്റും ആവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ ചെന്നിട്ട് പോയി 12 സംസ്ഥാനം ഓടുന്നുള്ളൂ അല്ലേ? അതെ, കുറഞ്ഞു പോയോന്നൊരു സംശയം. പിന്നെ എങ്ങനെ ഓടിയാലും ഉണ്ടല്ലോ, വേണമെങ്കിൽ ഗുജറാത്തും കൂടെ കയറായിരുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇത്രയൊക്കെ ബാക്കി സംസ്ഥാനങ്ങളെല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല. ആ വണ്ടി എവിടെ ഇടിച്ചാ ഫ്രണ്ട്, ഗ്ലാസ് ഒന്നുമില്ല. ട്രാക്ടർ 2 ട്രാക്ടറാണ്, ഓരോ ഡ്രൈവർമാരേ ഉള്ളൂ.
അത് പൊക്കി കെട്ടി വെച്ചേക്കെ അതിൻ്റെ പുറകിൽ. നമ്മളീ പോകുന്ന വഴിക്കത്തെ ഒറ്റ വനത്തിന്റെ പേരുമില്ല, നദിയുടെ പേരുമില്ല, ഒന്നും എഴുതി ഒരിടത്തും വെക്കത്തില്ല. ചിലയിടത്ത് മാത്രമുണ്ട് വനത്തിന്റെ പേര്, അപൂർവമായിട്ട്. ഇവിടെ ഇല്ല. ഇത് ഏത് വനം വന്നതുകൊണ്ട് അറിയത്തില്ല. നദിയുടെയൊക്കെ പേര് രണ്ട് കരയിലും രണ്ട് സൈഡിൽ നിന്നുള്ളവർക്കും കാണാവുന്ന പോലെ അല്ലേ? അതിന്റെ നീളവും എഴുതണം. ആ നീളവും ആ നദിയെക്കുറിച്ചുള്ളതും ഓടെ എഴുതി വെക്കണം. ശരിക്കും അത് നല്ലൊരു അറിവല്ലേ അത്. അതുപോലെ തന്നെ ഈ വനങ്ങൾ ഏരിയയിലൊക്കെ കയറുമ്പോൾ മിക്കവാറുള്ളിടത്തും ഉണ്ട് കേട്ടോ ബോർഡ്, പക്ഷേ ചിലയിടത്തൊക്കെ ഉള്ളൂ. ഗോതമ്പ് പാടമായിരുന്നു തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ വെളുത്ത പശു അല്ലേ കൂടുതലും. കേട്ടോ നോക്കി എന്നെ രസം നോക്കിയേ. ഇവിടെ എല്ലാം കൊയ്ത്ത് കഴിഞ്ഞതാ. എന്ത് വണ്ടികൾ കിടക്കുന്നതെന്ന് നോക്കിയേ ധാബകളിൽ. ഇവിടെ കുറേ ധാബകളുണ്ട് കേട്ടോ, 3-4 ധാബയുണ്ട്. ആ വണ്ടിയുടെ എൻജിൻ പണിയാ. സാധനം കൊയ്ത്തന്ത്രം തന്നെയാ, അത് പോലത്തെ അല്ല. നരേന്ദ്രപ്രസാദ് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഉണ്ടല്ലോ. ഡയലോഗ് ഒന്നും വരുന്നില്ലേ? നരേന്ദ്രപ്രസാദിന്റെയോ ഉണ്ട്. സത്യപരമായിട്ട് പറയാൻ പറ്റത്തില്ല പുള്ളിയുടെ ഡയലോഗ്. മേലെപ്പറമ്പിലകത്ത് നശിച്ചെന്ന് കൂട്ടിയാൽ മതി കുടുംബം. മറ്റേതിനകത്ത് പറയത്തില്ലേ? ഭാവിയുണ്ടല്ലേ ഏട്ടാ? ഭാവിയുണ്ട്. മനുഷ്യനാ നിങ്ങളെങ്ങാനും ഇനി ആ കൊച്ചിന്റെ മറ്റേതിനകത്ത് അവളോട് പറയത്തില്ല. ഓ ആ പാടമൊക്കെ എന്നതാ അല്ലേ? ഇവിടെയൊക്കെ പാറയല്ലേ? അതെല്ലാം പാറയാ. ഒരുമാതിരി കാസർഗോഡ് സെറ്റപ്പ്. കാസർഗോഡേ അതെ, പക്ഷെ എന്നാലും എല്ലാ ഏരിയ ഒന്നും ഇല്ല. അതെന്തല്ലേ കാസർഗോഡ് ആ ഉൾനാടൻ ഭാഗത്ത് ചെല്ലുമ്പോ ഇങ്ങനെ ഈ വെട്ടുകല്ലിന്റെ അതെ ഈ കുളം കാണുമ്പോഴേ ഞാനും ജോബിയും അരുണും ഒക്കെ പോയി മറ്റേ UP കടന്ന ഓർമ്മ വരുന്നത്. അതിന് നിങ്ങൾ കുളത്തിലാണോ പോയി കിടന്നത്? എന്താ ഓർമ്മ വന്നേ? അല്ല, അങ്ങനത്തെ ഒരു കുളത്തിന്റെ കരയിരുന്ന ഞങ്ങള് രാവിലെ പ്രഭാത വിരുദ്ധത്തിന് വട്ട വിരുന്നത്. ആണോ? ഞങ്ങളും നാട്ടുകാരും എല്ലാരും കൂടെ. ഇവിടെ എല്ലാം പണി നടക്കുക. നല്ല കച്ചവടക്കാരുമാണോ ബൈക്കാൽ? ഇതെന്ത് പറ്റി? ആ വണ്ടിക്ക് എന്താ പറ്റിയാണോ? അല്ല, ഈ വണ്ടിക്ക് ആ മുന്നേ കിടക്കുന്ന നടുക്ക് കിടക്കുന്ന വണ്ടിക്ക് എന്താ പറ്റുക? ഫ്രണ്ടിൽ കിടന്നവര് വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞാണല്ലോ. അത് ഈ വണ്ടി കിടക്കുന്നോണ്ടേ അവർ അതിലെ കയറ്റിക്കൊണ്ട് ഇട്ടതായിരിക്കും. കൊയ്ത്ത് കഴിഞ്ഞതല്ലേ? അത് കൊയ്യാൻ വന്നാണോ? കൊയ്യാൻ വന്നായിരിക്കും മിക്കവാറും. അവിടെ കണ്ടോ ഒരു ലൈക്ക് കണ്ടോ? കാര്യം ഇവിടെ പാറകളുടെ ഒക്കെയാണ്, പക്ഷേ ലൈക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കന്യാകുമാരി 1896 റീവ ജബൽപൂരൊക്കെ ലെഫ്റ്റ്. ഇതുണ്ടോ ഇഷ്ടം പോലെ വെള്ളം കിടക്കുന്നല്ലേ? ഈ വന്ന സ്ഥലമൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെള്ളത്തിനൊരു സാധ്യത തോന്നുകയില്ല. ആ വണ്ടിയുടെ പുറകിലോട്ട് നോക്കി. അതെ, തുണിയെല്ലാം ഇത് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നതാണ് ഈ കട്ട് തുണികൾ. അവിടെ കണ്ടില്ലേ നമ്മൾ രാജസ്ഥാനിൽ കയറ് മേടിക്കാൻ ചെന്നപ്പോൾ കണ്ടില്ലേ? താഴെക്കൂടെ പോകുന്ന വഴിയാണ് നേരെ ജബൽപൂർ, റീവ ജബൽപൂരൊക്കെ പോകുന്നത്, വാരണാസിയൊക്കെ പോകുന്നത്. അതായത് പഴയ NH7 ആയിരുന്നു, കന്യാകുമാരി വാരണാസി റോഡായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ പുതിയ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് അത് ഈ ലക്നൌവിൽ നിന്ന് അങ്ങോട്ട് ആക്കിയിട്ട് കന്യാകുമാരി ശ്രീനഗർ ആക്കിയത്. അപ്പോൾ NH44 ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങിയതേ ആ ഹൈവേയിലേക്ക് താഴേക്ക് ചെന്ന് ഇറങ്ങും. അപ്പം നമ്മൾ അവിടുന്ന് വരുമ്പോഴും ഈ റൂട്ട് പോകണമെങ്കിൽ അവിടുന്ന് ലെഫ്റ്റ് കയറണം. നേരെ പോയാൽ ജബൽപൂർ പോകും. ഉണ്ടോ ഇങ്ങനെ വന്ന് നമ്മൾ ഹൈവേയിലോട്ട് ഇറങ്ങി. അത് NH44 തന്നെയാണ് ഇത്. ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് ഇത് മിക്കവാറും BDL ആയിരിക്കും, ഈ ആന്ധ്ര വണ്ടിയിൽ. ഇത് ആലു. കിഴങ്ങിലോട് ഇഷ്ടം പോലെ കയറി പോകുന്നുണ്ട്. തമിഴ്നാട് വണ്ടി ഇപ്പോൾ ഒത്തിരി വണ്ടിയുണ്ട്. നമ്മൾ സീസൺ തീരാറായതാ. ഇതുണ്ടോ എത്ര വണ്ടിയാണെന്ന് നോക്കിയേ. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇത് ഒരെണ്ണം, ഇതൊന്ന്. ബാംഗ്ലൂരിന് 1276 കിലോമീറ്റർ. ചെറിയൊരു ചുരവാണ് നമ്മൾ ഇറങ്ങുന്നത്. കോയേ എൻജിൻ ബ്രേക്കൊക്കെ ഇട്ട് ഇറങ്ങിക്കണം കേട്ടോ. ആണോ? നല്ല അടിപൊളി ഒരു ബന്ദിത്തോട്ടം കണ്ടോ, ഒത്തിരി ഏരിയയിൽ ഇറങ്ങണ്ടെന്ന് വിചാരിക്കും, പക്ഷേ കാണുമ്പോൾ ഇറങ്ങാതിരിക്കാൻ തോന്നത്തില്ല. കേട്ടില്ലേ, മഞ്ഞയും ഈ ഓറഞ്ച് കളറും 2 കളറാണ്, നിറയെ പൂവുണ്ട്.
ഒത്തിരി മുട്ടുകളുണ്ട് കേട്ടോ, വിരിയാൻ ഒരുപാട് മുട്ടുകളുണ്ട്. ഇനി ഇതൊക്കെ നട്ടധികം പറിക്കാനൊക്കെ തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു പൂവ്. പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ പൂവെല്ലാം പറിക്കുമ്പോൾ ഇതിനകത്ത് കേടുള്ള പൂ ഒന്നും പറിക്കില്ല, അത് കളയത്തേ ഉള്ളൂ. നല്ല പൂക്കൾ മാത്രമേ പറിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ആത്തപ്പഴം കൂടെ മേടിച്ചുകൊണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചില്ല. അതുപോലെ ഇത് അത്രയും വലിപ്പമുള്ളതല്ല, ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. കിലോ ഒന്നും അല്ല കണക്ക്, എണ്ണമാണ് ഇങ്ങനെ. ഏതെടുത്താലും 120 രൂപ. ബൈൻഗംഗാ നദിയാണ് ഇത്. ഇവിടെ ഒരു റിസർവോയർ ഉണ്ട്, ഘാട്ട് റിസർവോയർ. റിസർവോയറിലെ വെള്ളമാണെന്ന് തോന്നി ഈ കിടക്കുന്നത് കേട്ടോ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ബൈൻഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന റിസർവോയറാണ് അത്. എന്നാ ഹൈറ്റാണ് നോക്കിയതിന്. ലോഡ് എടുക്കാൻ പോകുന്നല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 150 ലിറ്റർ ഡീസൽ അടിച്ചു. ഇവിടെ ലിറ്ററിന് 92 രൂപ 96 പൈസ. ഞാൻ അറിയാതെ കണ്ട എൻ്റെ കയ്യൊന്നും അത് കൊണ്ടുപോകും. ഇത്രയും വലിയൊരു ദേഹത്ത് ഒത്തിരി തൊലി പോയപ്പോഴത്തേനും എല്ലാം ചോളപ്പാടുമാണ്. ചോളം വിളവെടുക്കാറായി നിൽക്കുക. സമയത്തെ 5:30 ആകാറായി. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം. ഇവിടെ ഒരു ധാബയുണ്ട്, അപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഒതുക്കി ചായ റെഡിയാകുമ്പോഴത്തേനെ നമുക്ക് പോയി അവിടെ ചോളം വേർതിരിക്കുന്നുണ്ട്, അത് കണ്ടിട്ട് വരാം. ചോളം അതേ വെട്ടിക്കൂട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അവരത് വാരി കൊട്ടയ്ക്കകത്ത് വാരി ഇതുണ്ട്, അതിനകത്തേക്ക് ഇടുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരിവിടുന്ന് വാരി കൊടുക്കുക കൊട്ടയ്ക്കകത്തോട്ട്. അതിൻ്റെ കാമ്പ് ഒരു സൈഡിൽ കൂടെ പോകും, ചോളം വേറൊരു സൈഡിൽ കൂടെ വരും, ഇലയെല്ലാം വേറൊരു സൈഡിൽ കൂടെയും പോകും. ഇലയല്ല, ചോളത്തിൻ്റെ ആ പുറത്തെ ആ പുറംതൊലി ഉണ്ടല്ലോ, ആ പോള, അത് ആ സൈഡിൽ കൂടെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം ചോളം ഉണങ്ങി നിൽക്കുന്നത്, ഇതെല്ലാം പറിക്കാറായത് ഇത്. അതേ ഒരു സൈഡിൽ കൂടെ ചോളവും വന്ന് വീഴും. അപ്പോൾ ഇങ്ങനെ ചോളം വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിങ് ആയി നടക്കുന്നത്. അപ്പോൾ ഈ ചോളം വേർതിരിച്ചെടുക്കുന്നത് ഞാനും ആദ്യമായിട്ട് കാണുക. എന്നാ പെട്ടെന്നാന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇത് എന്ത് പാടാ അതെല്ലാം പൊളിച്ച് എടുത്ത് അടത്തിയെടുക്കണമെങ്കിലല്ലേ. മെഷീൻ ആയതുകൊണ്ട് പടപെടാന്ന് എത്ര പെട്ടെന്ന് അത് തീർന്നെന്ന് നോക്കിയാൽ. അവരെല്ലാം പണിയിലായതുകൊണ്ടാ പിന്നെ ധൃതി വെച്ചത്. ഇപ്പോൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട് ധൃതി വെച്ചവർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ട്രാക്ടറിലാണ് ഇങ്ങനെയുള്ള മെഷീനെല്ലാം വർക്ക് ചെയ്യുന്നത്. ട്രാക്ടറിന്റെ എഞ്ചിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ സോയാബീൻ ആണെങ്കിലും നമ്മൾ കണ്ടില്ല, എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ അവരുടെ പണി കഴിഞ്ഞു, മൊത്തം തീർന്നു. പണിക്കാരൊക്കെ കയറി വന്നു. ചുമലക്കപ്പന് സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? ഞാനടുത്ത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ചായ കുടിച്ച് കഴിഞ്ഞാണ്. ഒരു കപ്പ് കൂടെ വേണ്ടത്, എന്നു വെച്ചാൽ ചൂടാണ്. ഈ പേപ്പർ കപ്പ് ആയതുകൊണ്ട് ഹൈവേ കൂടെ ഇങ്ങനെ വണ്ടികൾ പാഞ്ഞു പോകുന്നത് കാണാൻ നല്ല രസമാണ്. അങ്ങോട്ട് തിരിച്ചാണ് പോകേണ്ടത്. നമ്മൾ അതിലേ വന്നപ്പോൾ ഇങ്ങനെ ആ വഴിക്കൂടെ ഇങ്ങനെ ഡാബയിലേക്ക് ഇറക്കിയതായിരുന്നു. ചായ വെക്കാൻ നിന്ന സമയം പോകില്ലെന്ന് ഓർത്ത ഒരു ചായ പറഞ്ഞത്, പക്ഷെ ചായ സുഖമില്ലായിരുന്നു. വാട്ടച്ചായ എന്ന് പറഞ്ഞാൽ വാട്ടച്ചായയുടെ വില ആ സമയം കൊണ്ട് സുഖമായിട്ട് വണ്ടിയിൽ ചായ വെച്ച് കുടിക്കുകയാണ് ഏറ്റവും നല്ലതാണ്. കടിഞ്ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ആണെങ്കിലും മതിയായിരുന്നു. ഈ ഹൈവേയുടെ 2 സൈഡ് ഈ ഫുൾ ഏരിയ മുഴുവനും ചോളം കേട്ടോ. ചോളത്തിൻ്റെ സമയം ഇത് കഴിയുമ്പോൾ അടുത്ത കൃഷിയായിരിക്കും. ഇത് നടുക്ക് വെച്ച് തന്നെ പൊളിച്ചിട്ടേക്കുന്നത്, നല്ല വഴിയായിരുന്നല്ലോ. അവിടെ ഇരുന്ന് പോയായിരിക്കും, അവിടെ കട്ട് ചെയ്ത് രണ്ടാമത് ബാച്ച് വർക്ക് ചെയ്ത്. അന്തരീക്ഷത്തിലൊരു മങ്ങല് പോലെ അല്ലേ, മഞ്ഞ് പോലെ. സമയം 6 മണിയാകാറായില്ലേ, പിന്നെ മങ്ങത്തില്ലേ. നമ്മളിപ്പോൾ സിവനി അല്ലേ കഴിഞ്ഞ, സിവനി നമ്മൾ വായിക്കുമ്പോൾ സിയോണി എന്ന് വായിക്കും. ഹിന്ദിയിൽ എഴുതി വച്ചേക്കുന്നത് സിവനി എന്നാണ്. ദീദിമാർ പണിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വീട്ടിലോട്ട്. ഈ ട്രാക്ടർ ഇവിടെ മറിഞ്ഞു കിടക്കുക, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ച് നമ്മൾ ഇതിലേ വിട്ടേക്കുന്നത്. കമ്പിയും കൊണ്ട് വന്ന വണ്ടി കേട്ടോ, കമ്പിയെല്ലാം അതെ കുറച്ച് മുമ്പ് വന്നാൽ അതെ ഞാൻ കണ്ടായിരുന്നത്, അതാ വണ്ടിയാന്ന് തോന്നുന്നു. അതങ്ങനെ ട്രാക്ടർ അങ്ങനെ മറിഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല. ടയർ വെടി തീർന്നാണ് എന്നാണോ എന്നാലും അതങ്ങനെ ടയർ വെടി നല്ല സ്പീഡ് വല്ലതും വന്നായിരിക്കും. നല്ല വഴിയല്ലേ? നല്ല വഴിക്ക് എന്നാ സംഭവിച്ചെന്നൊരു പിടിയില്ല. ക്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് നോർക്കാൻ വേണ്ടിയാ.
ആ ട്രാക്ടർ മറിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോഴാണ് ഓർത്തെ. കഴിഞ്ഞ ദിവസം ഒരു വണ്ടിക്കാർ പറഞ്ഞാണേ, കാശ്മീരിൽ നിന്ന് വരുന്ന വണ്ടി. അവർ ഡൽഹിയിലെങ്ങാണ്ട് ലോഡ് ഇറക്കിയിട്ട് കാല് ശ്രീനഗറിലേക്ക് പോയതാ. 12 കിലോ വണ്ടി ലൈലൻഡ്. അവർ ആ ഉദംപൂരൊക്കെ കഴിഞ്ഞ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഇരിക്കുമ്പം ബാക്കിലത്തെ 2 ടയർ ഊരി വണ്ടിയുടെ മുന്നേ പോയി. 2 ടയറോ? ആ, കാലി വണ്ടിയുടെ മറ്റേ ഡെമ്മിയുടെ 2 ടയർ ഊരിയിട്ട് വണ്ടിയുടെ മുന്നേ പോയി. മുന്നിൽ ഇങ്ങനെ പോയിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെന്ന് ഏകലും വണ്ടിയൊന്നും അന്നേരം വന്നില്ല. അകലെന്ന് വണ്ടികൾ വന്നവർ ചവിട്ടി നിർത്തി കൊടുത്തു. ടയർ ഇങ്ങനെ എന്നിട്ട് ഉരുണ്ട് പോയി. കുറെ ഒരു 1/2 കിലോമീറ്ററോളം ഭയങ്കര ഇറക്കമല്ലേ അവിടെ, ഉരുണ്ട് പോയി. പുള്ളി അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്. അപ്പം ഇങ്ങനെ പോയി. എന്നിട്ട് പിന്നെ അവർ വണ്ടി നിർത്തിയിട്ട് 1/2 കിലോമീറ്റർ കണ്ട് അതിലെല്ലാം തപ്പി നടന്നിട്ട് ഈ ടയർ എടുത്തോണ്ട് വന്നേ. എല്ലാം പിന്നെ വേറെ വണ്ടിക്കാരും എല്ലാം കൂടെ വന്നിട്ട് ഒരു തരത്തിൽ ഉരുട്ടി കയറ്റിക്കൊണ്ട് വന്നു. എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവർ ആ ട്രിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അപ്ഗ്രീസ് എല്ലാം ചെയ്തിട്ട് വന്നതാ. അപ്പൊ ഈ അപ്ഗ്രീസ് ചെയ്തിട്ട് അതിനകത്തൊരു ലോക്ക് ഇടുമല്ലോ, ലോക്കിട്ട് മടക്കും. അത് ഇട്ട് മുറുക്കിയതിന്റെ പ്രശ്നമാ ഈ നട്ട് ഊരിപ്പോയി. അബ്നട്ട് ലൂസായി പോയിട്ട് ഇത് ഊരിപ്പോയതാ, വേറെ ഒരു കുഴപ്പമില്ല. ഇറങ്ങി പോയോ അങ്ങനൊന്നും അല്ല. അതായി ഒരു പണി ഉത്തരവാദിത്തമായിട്ട് നോക്കി ചെയ്തില്ല ഒരു പ്രശ്നം ഇത്. ഡ്രൈവർമാരെന്നാ ചെയ്യാനാ? കാലുവണ്ടി ആയിരുന്നോണ്ട് അത്ര ഭാഗ്യം. അതെ അതെ, വണ്ടിക്ക് ടയർ കൂടുതലുള്ളത് നന്നായി. അതെ, അതൊരു ഗുണമാ. അല്ല അതുകൊണ്ട് അത് കാര്യമില്ലേലും ആ ഒരു സൈഡല്ലേ ഉള്ളു. അത് ഡെമ്മിയും കൂടെ ആയിരുന്നോണ്ട് ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു. ഓടും പുറത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് മതി ചിലപ്പം വണ്ടി അറിയാനൊക്കെ മതി. കഴിഞ്ഞ ജന്മത്തിൽ കുതിരയായിരുന്നു തോന്നുന്നു. അങ്ങനെയാണെ പിന്നെ രാവിലത്തെ കാര്യം ഓർക്കുമ്പോ ഓർക്കും എരുമയാന്ന് ഓർക്കുമല്ലോ, അല്ല പശുവാന്ന്. 66-ന്റെ ഒന്നുമല്ല, നമ്മൾ വേറൊരു വണ്ടിയുടെയാ. 34 അത് ഇത് പറഞ്ഞ പോലെ തൃശ്ശൂർ അപ്പുറം വെച്ചിട്ട് ബാഗിലെ 2 ടയർ ഊരി അങ്ങ് പോയി. അത് ടയർ ഊരിപ്പോയതേ ഉള്ളൂ. അപ്പോൾ അത് വീൽനട്ട് ശരിക്കും മുറുക്കാഞ്ഞിട്ട് വീൽനട്ട് ഊരിയിട്ട് ലൂസായി കിടന്ന് ഓടിയിട്ട് ടയർ ഊരിപ്പോയത്. വീൽനട്ട് ഊരിപ്പോയിട്ട് അത് ടയർ അത് വേറെ, അത് വീൽനട്ട് ലൂസായിപ്പോയെ. 66-ന്റെ അതാ വീൽനട്ട് ലൂസായിപ്പോയ മറ്റേ കൽക്കട്ട പോയ ട്രിപ്പിന്. ഇത് അങ്ങനല്ല, 2 ടയറിൽ ആദ്യം ഒരു ടയർ ഊരിപ്പോയി. പിന്നെ ഈ ഡ്രൈവർ അറിഞ്ഞില്ല. കുറേ ദൂരം കഴിഞ്ഞപ്പം അടുത്തൊരു ടയർ കൂടെ ഊരിപ്പോയി. പിന്നെ പുറകെ വന്ന വണ്ടിക്കാർ പറയുമ്പോഴേ പുള്ളി അറിയുന്ന പോലും രാത്രിക്ക്. അപ്പം ഒരു ടയർ 2-2.5 കിലോമീറ്റർ അപ്പുറം എങ്ങാണ്ടായിരുന്നു ആദ്യം ഊരിപ്പോയത്. ശ്രദ്ധിക്കുന്ന ഡ്രൈവർമാരാണ് മനസ്സിലാക്കാൻ പറ്റും. വേറെ സൗണ്ട് കേൾക്കും ലൂസായി ഓടുമ്പോഴൊക്കെ. ഒക്കെ അറിയാം. ഇത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്നു. പക്ഷേ എങ്ങനെ പുള്ളി അറിഞ്ഞില്ല. അങ്ങനെ 2 ടയർ ഊരിപ്പോയി. ഡ്രമ്മ് നിലത്തൂടെ കിടന്ന് ഒരയാഞ്ഞ് തീ പാറാൻ തുടങ്ങിയപ്പോൾ പുറകെ വന്ന വണ്ടിക്കാരൻ വിളിച്ച് പറയുമ്പോഴേ പുള്ളി അറിയുന്നത്. രാത്രി 12 മണിക്ക്. അതൊന്നും അറിഞ്ഞില്ല. അതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല എന്നാന്ന്. അറിയല്ലേ? എന്നാ വണ്ടി കൊണ്ടിട്ട് മറ്റേ ടയർ മാറാൻ കൊണ്ടിട്ട് ഇൻഡോർ ട്രിപ്പ് ടയർ മാറാൻ വേണ്ടി മാറ്റിയിട്ടത് നേരെ ഒരു കിണറ്റിനകത്തോട്ടാ വന്ന്. അത് ഇൻഡോറിന് പോയപ്പോ നിങ്ങൾ അന്ന് നിങ്ങള് ഗുജറാത്ത് പൊന്നിക്കുട്ടിക്ക്. അത് പിന്നെ സൈഡ് മറ്റേ പുതിയ റോഡ് പണിതപ്പം അവിടെ ഇരുന്ന് പോയതല്ലേ. ഇതൊക്കെ മുമ്പത്തെ പോലെ എന്തൊക്കെയോ മിഷനറികളാണ്. അല്ല ഇത് കൊയ്ത്തന്ത്രമാണ് കേട്ടോ. 2 എണ്ണമാണ്. എന്ത് വണ്ടികളാണ് നിർത്തിയിട്ടേക്കുന്നതെന്ന് നോക്കിയാൽ അവിടെ എല്ലാം ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. നമ്മൾ ഈ കുറച്ച് നേരം കൂടെ ഓടിയാൽ മധ്യപ്രദേശ് ഓടി തീരും, മഹാരാഷ്ട്ര കയറും. കാശ്മീർ പോയപ്പോഴാ ടയർ ഊരിപ്പോയെന്ന് പറഞ്ഞില്ലേ? ആ ഉദംപൂരൊക്കെ ആയതുകൊണ്ട് സാരമില്ല. ചെല്ലുമ്പോഴായിരുന്നു പിന്നെ അത് എടുത്തോണ്ട് വരവും നടക്കുകയല്ല. വേറെ ടയറിന്റെ ഡിസ്ക് മേടിച്ചിട്ടാൽ മതി. അബ്ബ് സൈഡല്ലേ ഊരിപ്പോയ ഇത്. അതാ ഞാൻ പറയാൻ വിട്ടു വരുമ്പോ. ഇത് അബ്ബ് സൈഡാണ്. നമ്മുടെ ഊരിപ്പോയ വീൽനട്ട് ഊരിയിട്ട് അങ്ങനെ ഊരിപ്പോയി. ഇത് ടയർ കയറ്റിയിടുന്ന അബ്ബില്ലേ, അബ്ബ് സൈഡാ ഊരിപ്പോയി. ഫുൾ സെറ്റ് ഊരിപ്പോയി. സബാക്സിലെന്ന് ഫുള്ള് ഊരിപ്പോന്നു. ഈ വണ്ടികളെല്ലാം കിടക്കുന്നതിന്റെ അപ്പുറത്തെ വണ്ടിയുടെ സാധനങ്ങളും എല്ലാം കിട്ടുന്ന കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്പെയർ പാർട്സും പിന്നെ ഗ്യാസ്, ഗ്രീസ് അടിക്കുന്നവര്, പിന്നെ ആർട്ട് ബ്ലൂ, എല്ലാ സാധനങ്ങളും. പിന്നെ ചെറിയ ഇലക്ട്രീഷ്യന്മാര്, ചെറിയ വർക്ക്ഷോപ്പുകാര്, അങ്ങനെ എല്ലാ ആൾക്കാരും ഉള്ള സ്ഥലങ്ങളായത്. അവിടെ ഈ വണ്ടികളെല്ലാം കിടക്കുന്നത്. ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് പോവാം. ഈ വണ്ടികളെല്ലാവേ ഈ
റോഡിൽ കൂടെ തന്നെയാണ് നിർത്തിയിട്ടേക്കുന്നത് കണ്ടില്ലേ. വേറെ സൗകര്യമില്ല. പിന്നെ ഈ വണ്ടിക്കാരെന്ത് ചെയ്യും? കവാസ 27 കിലോമീറ്റർ, നാഗ്പൂർ 104, ഹൈദരാബാദ് 592, ബാംഗ്ലൂർ 1204. ഈ കവാസ എന്ന് പറയുന്ന സ്ഥലമാണ് പണ്ട് മധ്യപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നപ്പം മധ്യപ്രദേശിന്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് ഇരിക്കുന്ന സ്ഥലമാണ് ഈ കവാസ. ഞാനല്ലേലും ആ ചെക്ക് പോസ്റ്റ് മറക്കുകയല്ല. നമ്മൾ 4-5 വണ്ടി ഒരുമിച്ച് വന്നിട്ട് ഞാൻ ഇൻഷുറൻസിന്റെ പേപ്പർ എടുത്തില്ല, അവിടെ നിന്ന് വന്ന് എടുത്തിട്ട് 500 രൂപ വെറ്റി തന്ന. അതെന്നായിരുന്നു? ആ UP ട്രിപ്പില്. ഇൻഷുറൻസിന്റെ ഒറിജിനൽ കയ്യിലെന്നും പറഞ്ഞല്ലേ? അതെ. അപ്പൊ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ട് കൊടുത്തപ്പോ പറഞ്ഞു അത് അവിടെ നിന്ന് എടുത്തതല്ലേ എന്ന് പറഞ്ഞു. പെഞ്ച് ടൈഗർ റിസർവ് സ്റ്റാർട്ടായി. ഇപ്പൊ കുറെ ദൂരം ടൈഗർ റിസർവിലൂടെയാ. കവാസ ഇതുവഴിയേ ഇവിടെ വന്ന ബോർഡറിൽ വന്ന് കിടക്കുന്ന കാര്യം ഓർക്കുമ്പോ ഇതുവഴി വരാൻ മടിയാ. ചെക്ക് പോസ്റ്റിലെ തിരക്ക്. പക്ഷേ ഇപ്പം മധ്യപ്രദേശിന്റെ ചെക്ക് പോസ്റ്റ് കളഞ്ഞുകൊണ്ട് അവിടെ കുഴപ്പമില്ല. പക്ഷെ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് ഇച്ചിരി തിരക്കുണ്ടാവും മിക്കവാറും. ഒരു ഘാട്ടാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ ഈ ടൈഗർ റിസർവിലെ. നല്ല ഇറക്കോ താഴേക്ക്. സ്ലോപ്പായിട്ടാണെങ്കിലും നല്ല ഇറക്കോ. ഇങ്ങനെ കാണുമ്പോൾ വലിയ ഇറക്കമായിട്ട് തോന്നുകയല്ല. നമ്മളത് ഘാട്ട് ഇറങ്ങി താഴെ വന്നു. എത്ര വളമായിരുന്നു. ഈ പെഞ്ച് ടൈഗർ റിസർവിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഇതായിരുന്നു നമ്മുടെ പഴയ മധ്യപ്രദേശിന്റെ ബോർഡർ RTO ചെക്ക് പോസ്റ്റ്. ഇതിലേ കയറി പോണായിരുന്നു. അതൊക്കെ ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. കണ്ടോ, എങ്ങും കൂരിരുട്ട് മാത്രം. പണ്ട് ഇവിടെ എന്നായിരുന്നു. അതെ അതെ, വെട്ടം പോലും ഇല്ലല്ലോ. അതായിരുന്നു. അതിനകത്തൂടെ കയറി അവിടെ തൂക്കി. അതെ, അവിടെ പോയി അവിടെ എന്നൊക്കെ എന്തൊക്കെ ഒന്നും പറയണ്ട. കാല് വണ്ടി പോലും പോകണമെങ്കിൽ അതുപോലെ 1000-2000 ഒക്കെ കൊടുത്തിട്ട് വേണമായിരുന്നു ഇതിലെ പാസ് ചെയ്യണമെങ്കിൽ. എന്ന് പറയാം. പിന്നെ വണ്ടിക്കാരെല്ലാം എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ആ ഒരു ഓർമ്മ ഇറക്കാൻ വേണ്ടിയാണ്. ഇതിലെ വന്ന് വെളിയിൽ ഇറങ്ങുന്ന വഴിയായത്. ഇവിടെ എങ്ങനെ വന്നാലും പണ്ട് ഒരു 2 മണിക്കൂറൊക്കെ പോകുമായിരുന്നു. 2 മണിക്കൂർ പോകുന്നതല്ല, നല്ല പൈസയും പോകുമായിരുന്നു നല്ലപോലെ. ഒരു കാര്യമില്ലാതെ. വേറെ ഒന്നുമല്ല, പടി ചെക്ക് പോസ്റ്റ് നിർത്തിയോണ്ടേ നേരെ ഇങ്ങ് പോന്നാൽ മതി. അന്നൊക്കെ ഇങ്ങനൊരു കാലത്തിന് വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നായിരുന്നു എന്റെ പൊന്നെ, കുത്തിത്തിരികും പരിപാടി. അതെ, അതൊക്കെ പിന്നെ വണ്ടിക്കാരുടെ. അല്ല, അത് പിന്നെ വണ്ടിക്കാരുടെ തിരക്കുണ്ട്. ഭയങ്കര ഇതുകൊണ്ടല്ലേ തിരക്ക് വരുന്നത്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്. ഈ പെഞ്ച് ടൈഗർ റിസർവിൽ ഒരുപാട് വൈൽഡ് ലൈഫ് കോറിഡോറുകളുണ്ട്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. ഈ വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാലങ്ങളാണ്. ആ പാലത്തിനടിയിൽ കൂടെ മൃഗങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. പിന്നെ ഈ പെഞ്ച് ടൈഗർ റിസർവിലൂടെയാണ് പെഞ്ച് നദി ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇതിന് പെഞ്ച് ടൈഗർ റിസർവ് എന്ന പേര് ലഭിച്ചത്. ഈ വനത്തിലെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. കടുവയും പുലിയും മാനും കരടി, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. നാഗ്പൂർ ഗ്രാമീൺ പോലീസ്. ഇപ്പോൾ ഇത് മധ്യപ്രദേശ് ഓടിത്തീർന്നു, മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കയറി. പെഞ്ച് ടൈഗർ റിസർവിൽ ഒരുപാട് വൈൽഡ് ലൈഫ് കോറിഡോറുകളുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വൈൽഡ് ലൈഫ് കോറിഡോറിൻ്റെ മുകളിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. ഇത് വലിയ പാലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മൃഗങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. സ്ലോ ഡൗൺ ഫോർ വൈൽഡ് ലൈഫ്. മഹാരാഷ്ട്രയുടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റാണ് രാംടെക്. ഒന്നും ആക്കിയാലും വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു 1/4 മണിക്കൂർ കൊണ്ട് ചെക്ക് പോസ്റ്റ് പാസ്സാവുമെന്ന് തോന്നുന്നു. ബ്രിഡ്ജൊക്കെ ഇവിടെ കയറി തൂക്കി വേണം അങ്ങോട്ട്. ഇവിടുന്ന് സ്ലിപ്പ് മേടിച്ചുകൊണ്ട് വേണം അപ്പുറേ RTO ഓഫീസിലോട്ട് പോകാൻ. നേരത്തെ ഇവിടെ 150 രൂപയും 200 രൂപയൊക്കെ കൊടുക്കണമായിരുന്നു ഈ തൂക്കുന്നതിന്. ഇപ്പോൾ പക്ഷേ ഫാസ്റ്റാഗിൽ നിന്ന് കട്ടാവും. ലൈസൻസ് കാണിക്കാൻ. ലൈസൻസ് ഇതിനെ പറയും ഇവിടെ ഇട്ടാൽ മതി. ഇതിലെ കറങ്ങി വേണം ചെന്ന് ഇറങ്ങി പോകണമെങ്കിൽ. ഇതും കൂടെ നിർത്തുവാണല്ലേ എളുപ്പമുണ്ട്. അതെ, നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് എടുത്തുള്ളൂ. അതിൽ കൂടുതൽ സമയം എടുത്തില്ല. പെട്ടെന്ന് പാസ്സായി. ആദ്യത്തെ വന്ന വഴിക്കൊക്കെ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. തിരക്ക് കാണുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ പെട്ടെന്ന് തന്നെ പോകുന്നു. അല്ലെങ്കിൽ ഇവിടെ തിരക്കില്ല. മധ്യപ്രദേശം ഉണ്ടായിരുന്നപ്പോഴാണ് ഏറ്റവും താമസം ഭയങ്കരമായിട്ട്. അതെ, വണ്ടികൾ പാസ്സായി പോകും. ലെഫ്റ്റിലേക്കുള്ള നാഗ്പൂർ ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ റൈറ്റിലേക്ക് ഹൈദരാബാദ് റോഡ്. നാഗ്പൂർ ബൈപ്പാസ് ആയത്.
അപ്പം നമ്മൾ ക്രോസ് ചെയ്ത് കൻഹാൻ റിവറാണ്. ആകാശ് ബ്രോ ഒരു 6:30 ആയപ്പോൾ കിടന്നതാണ്, നല്ല ഉറക്കമാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് എണീറ്റിട്ട് എൻ്റെ പിച്ചും പേയൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടായി വിളിച്ച് ഏൽപ്പിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന കേട്ടായിരുന്നു. ഡ്യൂട്ടി മാറിയില്ല, ചേട്ടൻ എന്നെ വിളിച്ച് ഏൽപ്പിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നത് ചോദിച്ചിട്ട് വീണ്ടും അതേപടിയും കിടന്നു. നമ്മളിപ്പം നാഗ്പൂർ ബൈപ്പാസിൽ കൂടെയാണ് പോകുന്നത്. നാഗ്പൂർ ടൗണ് ലെഫ്റ്റിലേക്ക്, ഹൈദരാബാദ് നേരെ. അടുത്ത ഡെസ്റ്റിനേഷൻ ഹൈദരാബാദായി. എന്നോ പൊടിയൊന്നുണ്ടോ അന്തരീക്ഷത്തിൽ? പൊടിയാണോ പുകയാണോ അറിയത്തില്ല. പുകയായിരിക്കും, പുക. ഇവിടെ ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ട്. ഇവിടെ ഏതാണ്ട് കത്തിക്കുന്നതെന്ന് തോന്നുന്നു, പുകയത്. അതാ ഫാക്ടറിയിലെ പുകയാ. അതുകൊണ്ടോ ഒരു ഫാക്ടറിയിലെ ആയിരിക്കല, ഒന്നായിരിക്കല്ല. ഒരു കണക്കിന് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാ ഭാഗ്യവാന്മാർ. നല്ല ശുദ്ധവായു ശ്വസിക്കാമല്ലോ. നല്ല ശുദ്ധവായുവും വെള്ളവും, നല്ല വെള്ളവും കുടിക്കുക. ഈ ടൗണിൽ താമസിക്കുന്ന പറഞ്ഞല്ലേ എന്നാ ഒരു ഈ ഫാക്ടറികളും കമ്പനികളും എല്ലാം ഉള്ളതുകൊണ്ടേ അന്തരീക്ഷം എപ്പോഴും മലിനമായിരിക്കും. എന്ത് ട്രെയിലറാണ് കിടക്കുന്നത്? ഇതെല്ലാം ഇവിടെ നിന്ന് ഈ കമ്പനികളിൽ നിന്ന് ഈ ഇരുമ്പിൻ്റെ കൂടുതലും വെയിറ്റുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ടാണ് നാഗ്പൂർ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ 3ാമത്തെ വലിയ സിറ്റിയാണ് നാഗ്പൂർ. ഇഷ്ടംപോലെ ഫാക്ടറികളും കമ്പനികളും ഒക്കെ ഉണ്ട്. നാഗ്പൂർ ഓറഞ്ച് തോട്ടം ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഓറഞ്ച് സിറ്റി എന്നും അറിയപ്പെടുന്നു. നമ്മളിതുവരെ ഇവിടുന്ന് ഓറഞ്ചൊന്നും കയറ്റിയിട്ടില്ലല്ലോ. ഓറഞ്ചിലോട്ട് കയറ്റിയിട്ടില്ല. നമ്മൾ ആ ഒരു പ്രാവശ്യം കിന്നു കയറ്റാൻ പോയല്ലേ ഉള്ളൂ, കിന്നു ഓറഞ്ച്. അത് എവിടുന്നല്ല, രാജസ്ഥാനിൽ നിന്ന്. രാജസ്ഥാനിൽ നിന്നല്ല പറയണേ, പഞ്ചാബിൽ നിന്നാണ് കയറ്റി. ബോർഡർ അല്ലേ. ഈ ടോളിൻ്റെ അവിടെ വലിയ ഇടയില്ലെന്ന് നോക്കി. ഇടയൊക്കെ ഉണ്ട്, വണ്ടി ഇതല്ലേ ഇതിലെ കൊണ്ട് നിർത്തിയിട്ടാണ്. ഇപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നിടത്ത് എവിടെയെങ്കിലും നിർത്താം ഫുഡ് കഴിക്കാൻ വേണ്ടി, ചോറിനാ. ചില ടോളിൻ്റെ അവിടെ ഒത്തിരി ഇടയുണ്ട്, അത്ര ഇടയില്ല ഇവിടെ. അത്രയില്ല, കുറവാണ്. ഹൈദരാബാദ് നേരെ, കന്യാകുമാരി, ഹൈദരാബാദൊക്കെ നേരെ. NH44 നമ്മൾ ഇടയ്ക്ക് ബൈപ്പാസിൽ കൂടെ ഇപ്പം വന്നേ. 44 അന്നേരം നാഗ്പൂർ ടൗണിൽ കൂടെ പോയായിരുന്നു. നമ്മൾ നാഗ്പൂർ ബൈപ്പാസിൽ നിന്ന് വന്ന് വീണ്ടും 44ലേക്ക് ഇറങ്ങി. ഇടയ്ക്കൊന്ന് ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. അതെ, കടയിൽ നിന്ന് കഴിക്കുവാണോ അതോ കഞ്ഞി കുടിക്കുകയാണോ? കഞ്ഞി വെച്ചിട്ടില്ല, കടയിൽ നിന്ന് തന്നെ കഴിക്കാനാ. കടയിൽ നിന്ന് നല്ല റൊട്ടിയേ കിട്ടുള്ളൂ ഇവിടെ. നമ്മൾ ഇങ്ങോട്ട് വന്ന റൂട്ടെന്ന് പറഞ്ഞേ, നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ലോ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നത്. അതെ, അങ്ങോട്ട് പോയ വഴിയല്ല, വേറെ വഴിക്കാണ് വന്നത്. ഇങ്ങോട്ട് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ജമ്മു, പഠാൻകോട്ട്, ജലന്ധർ, ലുധിയാന, അംബാല, കുരുക്ഷേത്ര, കർണാൽ, പാനിപ്പട്ട്, സോനിപ്പട്ട്, അവിടുന്ന് പിന്നെ നമ്മുടെ ഡൽഹി ബൈപ്പാസ് കയറി, അതായത് ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ കയറിയിട്ട് പൽവേൽ ഇറങ്ങി. പിന്നെ ഡൽഹി ബൈപ്പാസ് കയറുമ്പോൾ നമ്മൾ ആഗ്ര റോഡ് നോക്കിയാലും മതി, പൽവേൽ നോക്കണമെന്നില്ല. പൽവേലിന് മുന്നല്ലേ നമ്മൾ പിന്നെ ചെന്നിറങ്ങുന്നത്. അപ്പം അവിടുന്ന് പിന്നെ മധുര, ആഗ്ര, ഗ്വാളിയർ, ഝാൻസി, സാഗർ, അവിടുന്ന് പിന്നെ ലക്നാഡോൺ. ലക്നാഡോടുന്ന് പിന്നെ നമ്മളിങ്ങോട്ട് മറ്റേ പെഞ്ച് ടൈഗർ റിസർവ് വഴി, മറ്റേ കവാസ ചെക്ക് പോസ്റ്റ് വഴി രാംടെക്, അതുവഴി വന്ന് മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ്. കവാസ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഇല്ല, മധ്യപ്രദേശിൻ്റെ. അങ്ങനെ വന്ന് നേരെ നാഗ്പൂർ. നാഗ്പൂരിൽ നിന്ന് പിന്നെ ആദിലാബാദ് വഴി നേരെ ഹൈദരാബാദ്, ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ, സേലം, കോയമ്പത്തൂർ. ആ റൂട്ടിലാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. പറഞ്ഞപ്പോൾ എന്ത് പെട്ടെന്ന് തീർന്നു. ഇത്ര നേരം ഓടി വഴിയിൽ കൂടെ ഒക്കെ വരണമെങ്കിൽ തിരിവൊക്കെ ഉള്ളിടത്ത് തിരിഞ്ഞൊക്കെ വരണേ കുറച്ച് അറിയണം. ഇപ്പം കുറേ ഇങ്ങ് വന്ന് ഒരിടത്ത് ഒതുക്കി നിർത്തി ഒരു ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ കഞ്ഞി കുടിച്ചേക്കല്ലേ. കോട്ടൊക്കെ എടുത്തോണ്ട് വന്നേക്കുന്നു. അതിനടുത്തിനാ കോട്ട്? എവിടെ? തണുപ്പൊന്നുമില്ല കേട്ടോ, പകല് മുഴുവൻ ചൂടായിരുന്നു. പകല് നിനക്ക് പോരായിരുന്നു. കഞ്ഞി ഇരിപ്പുണ്ട്, ചമ്മന്തി ഇരിപ്പുണ്ട്, അച്ചാറുണ്ട്, രാവിലത്തെ ഉപ്മാവ് ഇരിപ്പുണ്ട്. ഏത് വേണേലും കഴിക്കാം. എന്നാ ഉള്ള എടുക്കോ, കഴിച്ചിട്ട് പോയേക്കാം. പിന്നെ കഞ്ഞി കൊടുക്കണ്ട കേട്ടോ, ഉപ്മാവ് കൊടുത്താൽ മതി. കഴിക്കുന്നില്ലേ? റൊട്ടി കഴിക്കണോ? ഉപ്മാവ് കഴിച്ചോ? വെച്ചാലോ ഉപ്മാവ് കഴിച്ചാൽ ഉറക്കം വരികയല്ല, ചോറുണ്ടല്ലോ ഉറക്കം വരുന്നത്. കഞ്ഞി, അച്ചാറും ചിക്കൻ ശാലം ഉണ്ടായിരുന്നു. അതും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മേടിച്ച മുട്ടയാണ്. ഇത് എവിടെ നിന്ന് മേടിച്ചായിരുന്നു? മധ്യപ്രദേശിൽ നിന്ന്.
അല്ല അത് മഹാരാഷ്ട്ര നിന്ന് മേടിച്ചത്. ആ സീതപ്പഴം മേടിച്ചെടുത്തൊന്നും മേടിച്ചത് മഹാരാഷ്ട്ര എന്നല്ല. ആ അത് ഇപ്പോഴാ ഇന്നുകൊണ്ട് തീർത്തു. ടേസ്റ്റ് കൂടിയ മുട്ട ഇരുന്നപ്പോൾ. അതെ, കുഴപ്പമില്ല. അല്ല അപ്പോൾ കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോന്നു. ആകാശ് പ്രായ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഇന്ന് തകർത്തോ കേട്ടോ. ഉറക്കം വരുവാണെങ്കിൽ വിളിച്ചാൽ മതി. അല്ല വിളിച്ചോ, ദൈവത്തെ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതല്ല. മഹാരാഷ്ട്ര ബോർഡർ പാസ്സായിരുന്നു. ഇപ്പം മഹാരാഷ്ട്ര RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തെലങ്കാനയുടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റാണ്. ഇന്നലെ രാത്രി നമ്മൾ മധ്യപ്രദേശിൽ കയറിയായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ മധ്യപ്രദേശും മഹാരാഷ്ട്രയൊക്കെ ഓടിത്തീർന്ന് ഇപ്പം തെലങ്കാനയിൽ കയറി. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.